മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ LSGD ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള LSGD വിഭാഗം ഉദ്യോഗസ്ഥരെയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉപരോധിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി അവലോകന യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയിരുന്നു. ഈ സമയത്താണ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. കഴിഞ്ഞ 4 മാസമായി ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്ന് സമരക്കാർ ആരോപിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ 117 പദ്ധതികളും 100 സ്പിൽ ഓവർ പദ്ധതികളും നിർവഹണം നടത്തേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. എന്നാൽ ഡിസംബർ 19 ഒരു പദ്ധതി പോലും ടെൻഡർ ചെയ്തിട്ടില്ല. ഇനിയും എസ്റ്റിമേറ്റ് എടുക്കാത്ത പദ്ധതികളുണ്ട്. പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. വിഷയത്തിന് പരിഹാരം കാണാതെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ വിഭാഗം തുറക്കേണ്ടതില്ലെന്ന് പറഞ്ഞാണ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. നമുക്ക് ഈ 2024-25 പ്രവേശിക്കുന്ന സമയത്ത് 4 കോടിയുടെ പദ്ധതി നിർവഹണം നടത്താത്തതിന്റെ പേരിൽ 4 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. 10 കോടി രൂപയിൽ നിന്ന് 4 കോടി രൂപ നഷ്ടപ്പെട്ടാൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്താൻ കഴിയുക? ഇതുപോലെയാണ് പോക്കെങ്കിൽ 1 രൂപയുടെ പോലും ഒരു വർക്ക് പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല. 2025-26 ആയാലും ശരി, 24-25 ആയാലും ശരി നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും അതുപോലെ തന്നെ ബ്ലോക്ക് AIC അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഒരു അവലോകനം ജില്ലാ പഞ്ചായത്തിന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട് ഒരു അവലോകന യോഗം വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിന്റെ യോഗത്തിലേക്ക് LSGD ഡിപ്പാർട്ട്മെന്റിന് ബന്ധപ്പെട്ട അധികാരികളെ അയക്കില്ല, അവരെ തടഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം വൈദ്യനാഥൻ സമരക്കാരായ ഭരണസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി. താൽക്കാലികമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കാൻ ഭരണസമിതിക്ക് അനുമതി നൽകി. എസ്റ്റിമേറ്റ് എടുത്ത പദ്ധതികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ TS നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാമെന്നും ഉറപ്പു നൽകി. ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം നിർത്തിവെച്ച പദ്ധതികൾ ഉടൻ പുനരാരംഭിക്കുമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ചെറൂട്ടി മുഹമ്മദ്, BG ടോമി, KP ബുഷറ, അംഗങ്ങളായ PV കുര്യൻ, പടവിൽ കുഞ്ഞുമുഹമ്മദ്, തങ്കം മഞ്ചാടിക്കൽ, മണികണ്ഠൻ വടശ്ശേരി, ആയിഷ ബാനു കാപ്പിൽ, ഓമന രാമചന്ദ്രൻ എന്നിവരാണ് സമരത്തിൽ പങ്കെടുത്തത്. UTV ന്യൂസ്, പാലക്കാട്.